ജീവിതമൊക്കെ ഇപ്പൊ എങ്ങനെ പോകുന്നു? വളരെ തിരക്ക് പിടിച്ച അഭിനയമാണെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഓടിക്കൊണ്ടിരിക്കുക, നിൽക്കാൻ സമയമില്ല. അങ്ങനെയില്ല. എങ്കിലും 2 മൂവി മലയാളത്തിൽ ചെയ്യുന്നു, ഒരു ഫിലിം കന്നഡയിൽ ചെയ്യുന്നു. ഇവിടുത്തെ സിനിമയുടെയൊക്കെ സ്വഭാവം അങ്ങനെ? ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ബാലൻസ് ഉണ്ട്. ഇനി ഒരു ഫൈനൽ സ്കെഡ്യൂൾ ഉണ്ട്. 2 പിന്നെ എല്ലാം ഞങ്ങളുടെ കുളത്തിലാണ് സംഭവിക്കുന്നത്. എറണാകുളം. കന്നഡയോ? കന്നഡ ബെൽഗാം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്. ബെൽഗാം, കർണാടക. ഇപ്പൊ പൊതുവെ സന്തോഷഭരിതമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇഷ്ടം പോലെ കൈ നിറയെ പടങ്ങളുണ്ട്, അത്യാവശ്യം കൈ നിറയെ പൈസ കിട്ടും, അപ്പൊ കൂടുതൽ സന്തോഷം വരും അല്ലേ? ഭാവനയെ സന്തോഷിപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം ഒന്ന് നല്ല ഫുഡ്. ഫുഡിയാണോ? ഭയങ്കര ഫുഡിയാ. ആണോ? എന്നെ പോലെ ശരീരത്തിൽ കാണാനില്ലല്ലോ. കാണാനൊക്കെ ഉണ്ട്. ഞാൻ ജിമ്മൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുന്നു. അഡ്ജസ്റ്റ് ചെയ്യുന്ന അല്ലേ? അതെ അതെ അതെ. ഓക്കെ. ചിലരൊക്കെ എന്ന് വെച്ചാല് ഭക്ഷണം കുറയ്ക്കാൻ വേണ്ടി കുടല് കണ്ടിച്ചു കളയുന്ന കാലമാ. അപ്പൊ അപ്പോഴാണ് ഭാവന ഇങ്ങനെ പറയുന്നത്. എനിക്ക് കഴിയുമ്പോ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഭക്ഷണം കഴിക്കാൻ പിന്നെ ഫാമിലി, അതൊക്കെയാണ് സന്തോഷം തരുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, അതാണല്ലേ. ഭാവനയ്ക്ക് ഒരു വിഷമം എപ്പോഴും ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഗേൾസ് സ്കൂളിൽ പഠിച്ച കാരണം അന്നൊന്നും പ്രണയിക്കാനും പറ്റിയില്ല അല്ലേ? ആകെ ഒരു സങ്കടത്തിലാണ് അല്ലേ? അതെന്താ, അത് മനപ്പുറം കൊണ്ട് ചേർത്താണോ അച്ഛൻ? അല്ല, ഞാൻ തൃശ്ശൂരാ പഠിച്ചത്. ഞാൻ കുറച്ചു കാലം ചിന്മയ സ്കൂളിലും പിന്നെ ഹോളി ഫാമിലിയിലും പഠിച്ചത്. ഗേൾസ് ഓൺലി കോൺവെന്റ് ആയതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോൺവെന്റ്. അങ്ങനെ കോളേജിലായപ്പോഴും അത് തുടർന്നോ? ഇല്ല, ഞാൻ പിന്നെ 10th കഴിഞ്ഞപ്പോഴത്തേക്ക് മൂവി ചെയ്യാൻ തുടങ്ങി. കോളേജ് ലൈഫ് ഉണ്ടായിട്ടില്ല. ആ സാധ്യതയില്ല ഇനിയിപ്പോ നമുക്ക്. പക്ഷേ കോളേജ് കുമാരിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് കുറെ അഭിനയിച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല. അപ്പൊ സ്കൂളിൽ അപ്പൊ ഇങ്ങനെ ഒരു അവസരം, അതല്ല അവിടെ ചിന്മയ മിഷനൊക്കെ വലിയ സ്ട്രിക്റ്റ് ആയ പള്ളിക്കൂടമാണല്ലോ. ചിന്മയും അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിരുന്നു, ഹോളി ഫാമിലിയും സ്ട്രിക്റ്റ് ഒക്കെ തന്നെയായിരുന്നു. ഭാവന അത്യാവശ്യത്തിൽ കൂടുതൽ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ആളാന്ന് പറഞ്ഞു. ഏറ്റവും വലിയ ഇഷ്ടം ഒരു നാഷണൽ ഗ്രന്ഥമായ ബോബനുമോളിയാ വായിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. അല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ബോബനുമോളി എന്റെ ഫേവറേറ്റ് തന്നെയായിരുന്നു. ഭയങ്കര. ഇപ്പോഴും ഞാനും ചേട്ടനും അതിലെ ഓരോ കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിക്കും. ബോബനുമോളി ഒന്നാമത് ഞാനും ചേട്ടനും ആയതുകൊണ്ട് അവിടെ ഞങ്ങളുടെ വീടിന്റെ അവിടെ ഉള്ള ബോബനുമോളി എന്ന് ഞങ്ങളെ വിളിക്കും. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ എവിടെ നോക്കിയാലും ഇങ്ങനെ. അപ്പൊ ബോബനുമോളി ഓഫ്കോഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പിന്നെ ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞ് പിന്നെ ബുക്സ് വായിക്കാൻ, എല്ലാവരും അച്ഛനും ഒക്കെ ബുക്സ് ഒക്കെ വായിക്കണം അങ്ങനെ ഇങ്ങനെ. എനിക്ക് നല്ല മടിയായിരുന്നു, ഞാൻ ബുക്സ് ഒന്നും വായിക്കായിരുന്നില്ല. പക്ഷെ പിന്നെ എനിക്കൊരു ഒരു ക്രഷ് ഉണ്ടായിരുന്നു. ആളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ആൾ എനിക്കൊരു ബുക്ക് ഗിഫ്റ്റ് തന്നിരുന്നു. അത് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ വായിച്ചു. പിന്നെ എനിക്ക് സീരിയസ് ആയിട്ട് എനിക്ക് റീഡിങ്. ഒരു വായനക്കാരനായിരുന്നു ആള്. അത്യാവശ്യം ബുക്സ് ഒക്കെ വായിക്കുന്ന ഒരാളാണ്. എനിക്ക് ബുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നു. അപ്പൊ ആളെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ആ ബുക്ക് വായിച്ച. പക്ഷെ ഓണസ്റ്റ്ലി ഞാൻ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അത്യാവശ്യം നന്നായിട്ട് ഞാൻ കുറെ ബുക്സ് ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമായിരുന്നു. മറ്റേ വായന നിർത്തിയോ? അതെനിക്കറിയില്ല. അല്ലല്ല. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴും ഞാൻ അയാളെ ഇതുവഴി പോയി. അത് പിന്നെ പോയി. നമ്മള് കണക്ക് തെറ്റി. ഇല്ല, അത് പിന്നെ ആയില്ല, വർക്കൗട്ട് ആയില്ല. അല്ല, ആ മനുഷ്യന് ഇപ്പൊ ഇത് വീട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ടാവും. അപ്പൊ പുള്ളി ഇപ്പോഴും ചിലപ്പോ പുസ്തകം വായിച്ച് തള്ളുമായിരിക്കും. ഭാവനയ്ക്ക് ഒറിജിനൽ പേര് കാർത്തിക എന്ന് തന്നെയായിരുന്നു അല്ലേ? കാർത്തിക ബാലചന്ദ്രൻ അല്ലേ? നല്ല പേരായിരുന്നു. എടുത്തു കളയാൻ കാര്യം? അത് ബേസിക്കലി നമ്മൾ മൂവി ചെയ്യാൻ തുടങ്ങിയപ്പോ ഇങ്ങനെ ഭാവന എന്നുള്ള പേര്, ഭാവന എന്നുള്ള പേരല്ല, ഒരു പേര് പുതിയ. ബിക്കോസ് ഒരുപാട് കാർത്തിക ഉള്ളത് കൊണ്ട് മീഡിയ സിനിമ നിറച്ച് കാർത്തിക അല്ലേ? കുറെ കാർത്തിക ഉണ്ട്. അപ്പൊ ഒരു കൺഫ്യൂഷൻ വരുന്നത് ഏത് കാർത്തികയാന്ന് മീഡിയ ആൾക്കാർ ചോദിക്കും. പേര് മാറ്റുന്നതിൽ എന്താണ് അഭിപ്രായം? ഞാൻ ഓക്കെ, കമൽ സാറ് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നീ തന്നെ നിനക്ക് ഇഷ്ടമുള്ള 2-3 പേര് എഴുതിക്കൊണ്ടുവാ, ഞങ്ങൾ എല്ലാവരും നോക്കട്ടെ, എന്നിട്ട് പിന്നെ നമുക്ക് സെലക്ട് ചെയ്യാറ്. അങ്ങനെ ഞാൻ 2-3 പേര് എഴുതിക്കൊണ്ടുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നോക്കട്ടെ, ഭാവന എങ്ങനെയുണ്ടോ നോക്കട്ടെ. അതിൽ ഗായത്രി ഉണ്ടായിരുന്നു. ഗായത്രി, പിന്നെ മൃദുല പേരുണ്ടായിരുന്നു. മൃദുല. ഇതിലെല്ലാം പേരിൽ കുറെ ഫേമസ് ആൾക്കാരുണ്ട്. അതെ, കുറെ. പിന്നെ അന്ന് 15 വയസ്സിൽ കുറച്ച് പേര് ആലോചിക്കാൻ പറഞ്ഞാൽ ഇതൊക്കെ തന്നെ. ഇന്നാണെങ്കിൽ ഞാൻ കുറെ കൂടി വെറൈറ്റി അന്ന് പിന്നെ എന്തൊക്കെയോ മറ്റേ കല്യാണിന്നോ അങ്ങനെ എന്തൊക്കെയോ. 15 വയസ്സായപ്പോ അങ്ങ് സിനിമയിലോട്ട് അങ്ങ് ചേക്കേറി. കമൽ സാറിന്റെ അടുത്ത് പോയിട്ട് കുറേ കലവല 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 എന്ന് പറഞ്ഞ് പരിമളത്തെ ഒപ്പിച്ച് അല്ലേ? എങ്ങനെയായിരുന്നു ആ മീറ്റിംഗ്? അതിന്റെ റൈറ്റർ കലവൂർ രവിചേട്ടനാണ് അച്ഛനെ വിളിച്ചത്. അച്ഛനെ അറിയാമായിരുന്നു. അങ്ങനെയാണ് നമ്മളൊരു പുതുമുഖങ്ങളുടെ സിനിമ ചെയ്യാണ്. 2 പുതിയ ഹീറോസും 2 പുതിയ ഹീറോയിൻസും ആണ്. എന്തായാലും മോള് ബാലേട്ടനോ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കൊണ്ടുവരണം, മോളെ കൊണ്ടുവരണം. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ തന്നെയായിരുന്നു അവരൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത്. ഞങ്ങൾ പോയപ്പോഴത്തേക്കും കമൽ സാറിനോട് ഓൾറെഡി ജിഷ്ണു ചേട്ടനും സിദ്ധു ചേട്ടനും അവർ ഫിക്സ് ആയി. അവർക്ക് കഥകൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് കമൽ സാർ, ഓരോ ഇൻസിഡൻസും ഒക്കെ. ഞാൻ എന്നുള്ള രീതിയിൽ പോകുന്നു. എനിക്ക് അത് അത്രയ്ക്കുള്ള സീരിയസ്നെസ് ഒന്നും അട്രാക്ഷൻ തോന്നിയോ?
ഓഫ് കോഴ്സ് യെസ്. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടേ എനിക്ക് സിനിമ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പള്ളിക്കൂടത്തിന്റെ വരാന്തയിലൊക്കെ തന്നെ ഭാവന ഒരു വലിയ നടിയാവുന്നൊരു ചിന്ത നേരത്തെ ഉണ്ടായിരുന്നു പറയുന്നു. അത് ഞാൻ ഫുൾ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കര ഇത് ആക്റ്റീവായിരുന്നു. ഡാൻസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിനും ഞാൻ റെഡി ആയിരുന്നു. ലൈക്ക് ഇതെന്നാ ഇത് ചെയ്യോ, നീ ചെയ്യും, ഓക്കെ ഞാൻ ചെയ്യാം അങ്ങനെ. അപ്പോൾ പൊതുവെ ടീച്ചേഴ്സിൻ്റെ ഉള്ളൂ അപ്പോൾ നീ സിനിമ, പിന്നെ അച്ഛൻ ഇങ്ങനെ ഒരു സിനിമ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് അറിയാവുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ഇവർ പറയുമായിരുന്നു ഇപ്പോൾ എന്തായാലും സിനിമാ നടിയാവും അങ്ങനെ ഇങ്ങനെ. എൻ്റെ 10th ഓട്ടോഗ്രാഫിൽ ആക്ച്വലി എൻ്റെ കുറേ അന്ന് എൻ്റെ ക്ലാസ്സിലത്തെ കുറേ ക്ലാസ്മേറ്റ്സ് എഴുതിയിട്ടുള്ള കുറേ ഇതുണ്ട്. ഡേറ്റ് ടിൽ യു ബിക്കം ആൻ ആക്ട്രസ്, അല്ലെങ്കിൽ ഡേറ്റ് ടിൽ യു വെൻ ഐ സി യു ഓൺ ബിഗ് സ്ക്രീൻ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഓട്ടോഗ്രാഫി ഞാൻ ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്. അന്ന് ചുമ്മാ തമാശക്ക് എഴുതിയ, പക്ഷെ ഇപ്പോഴും അത് കാണുമ്പോൾ നമുക്ക് ഒരു അങ്ങനെയൊക്കെ അവിടെ പറയുമായിരുന്നു ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോഴും അത് ഇതൊക്കെ ആകുമ്പോൾ. അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ വേഷമായിരുന്നു നമ്മളിൽ കരിവാരിത്തേക്കേണ്ടി വന്നു അല്ലേ? അത് കുറച്ച് പണിപ്പെട്ട് കാണൂല ആ മുഖം അങ്ങനെയാക്കാൻ, ഈ മുഖം അങ്ങനെയാക്കാൻ. ഒരു ബ്ലാക്ക് സ്റ്റിക്ക് ഉണ്ട് അവരുടെ കയ്യിൽ. ഞാൻ എൻ്റെ അടുത്ത് കമൽ സാർ പറയുമ്പോ ഒരു ഇങ്ങനെ ഒരു ചേരിയിലത്തെ ക്യാരക്ടറാണെന്നൊക്കെ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കമൽ സാർ മേക്കപ്പ് മാൻ്റെ അടുത്ത് പറഞ്ഞു. ഇപ്പൊ മണിച്ചേട്ടനായിരുന്നു മേക്കപ്പ് മാൻ. മണിച്ചേട്ടൻ ഇങ്ങനെ ചെയ്ത് വരുമ്പോ ഞാൻ മിറർ കാണുന്നില്ല, എൻ്റെ അച്ഛൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു ചിരി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ മാറി അപ്പൊ ഞാൻ എന്താ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഫുൾ ചെയ്തതിന്റെ മിറർ ഫസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഷോക്കായി. ഇങ്ങനെ എന്ന് പറഞ്ഞു മൊത്തം കറുത്തു, ഫുൾ ബ്ലാക്ക് ആക്കിയിട്ട് മറ്റേ നല്ല ഡ്രസ്സ് തന്നെ അവര് ജീവിതത്തിൽ അങ്ങനെ തുടങ്ങി. അങ്ങനെ ഫുൾ ഡ്രസ്സിലൊക്കെ പൊടിയാക്കി അങ്ങനെയൊക്കെ കൊണ്ടുവന്നപ്പോ തന്നെ എനിക്ക് സിനിമയിൽ അഭിനയിക്കണ്ട, ഞാൻ പോവാണ്. കാരണം നമ്മള് അങ്ങനെയായിരുന്നു എൻ്റെ മൈൻഡ്. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വഴിക്ക് വരൂല. കാരണം ഞാൻ ഹിന്ദി മൂവീസ് ഒക്കെ കണ്ട് അങ്ങനെയൊക്കെയാണ് ആലോചിക്കുന്നത്. ഹീറോയിൻസ് വരുമ്പോഴത്തേക്കും സ്ലോ മോഷൻ, കാറ്റ്, മറ്റേ മുടി പറക്കുന്നു, തിരിയുന്നു, ഇതൊക്കെയാണ് മനസ്സിൽ. ഞാനൊന്നും ചെയ്യില്ലത്, എനിക്കൊന്നും പറ്റൂല. ഞാൻ ഫുൾ ഡള്ളായി പോയി. ഞാൻ ഇങ്ങനെ അപ്പോഴത്തേക്കും ഞാൻ ഡിപ്രഷൻ അടിച്ച് ഞാനിങ്ങനെ. പിന്നെ അപ്പൊ കമൽ സാർ എനിക്ക് കുറച്ചും കൂടി ഡാർക്ക് ആക്കണം. അപ്പൊ ഞാൻ പിന്നെ മനസ്സിലാവുന്ന പോലും ഇല്ല. അപ്പൊ കമൽ സാർ പറഞ്ഞു ഇത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ നടികൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞാനിങ്ങനെ എന്ന് പറഞ്ഞു. അതിലെ രേവതിയൊക്കെ ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടറാണ് നിന്റെ എന്ന് പറഞ്ഞപ്പോ എനിക്ക് കൊള്ളാലോ, നല്ലൊരു കമ്പാരിസൺ ആയതുകൊണ്ട് ആ സമയത്ത് അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ചെയ്തു വന്നപ്പോ ഞാൻ ആ പ്രോസസ്സ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴും എനിക്ക് എന്റെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് എനിക്ക് ഇഷ്ടമാണ്.